ഉത്തർപ്രദേശിൽ പിലിഭിത്തിൽ 17-കാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി വീഡിയോ പകർത്തി ഓൺലൈൻ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി. അവസാനം ഈ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അവരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് വാർത്ത വരുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, യഥാർത്ഥത്തിൽ ഹീനമായ കർമ്മമാണല്ലോ ഇതൊക്കെ. വീഡിയോയിൽ പകർത്തി പ്രചരിപ്പിക്കുന്ന, ഭീഷണിപ്പെടുത്തി അവരെ നിയന്ത്രണത്തിൽ നിർത്തുക, അവരെ അവസാനം അയാളെ പരാജയപ്പെടുത്താൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുക. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. തീർച്ചയായും ഏറെ ദുഃഖകരമായ ഹീനമായ ഒരു കൃത്യമാണ് ഉത്തർപ്രദേശിലെ പീലിഭിത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ നവംബർ 23-നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടി സ്വന്തം മാതാവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അക്രമികൾ ഇവർ രണ്ടുപേരും ഈ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തുകയും അതിൽ ഒരാൾ പെൺകുട്ടിയെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയുമായിരുന്നു. ഈ സമയം ഒപ്പമുണ്ടായിരുന്നയാൾ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചു. ഇതിനുശേഷം പെൺകുട്ടിയോട് ഈ ദൃശ്യങ്ങൾ ഓൺലൈൻ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പെൺകുട്ടി ഇതിലെ ഉള്ള ഭയത്തെ തുടർന്ന് വീട്ടിൽ തിരിച്ചെത്തി ആസിഡ് കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി അതീവ ഗുരുതര നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടുകാർ. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തറിയുന്നത്. ഇതിനുശേഷമാണ് പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുന്നതും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതും. പെൺകുട്ടി ഇപ്പോഴും ബറേലിയിലെ ആശുപത്രിയിൽ ഗുരുതര നിലയിൽ തന്നെ തുടരുകയാണ്. പോലീസ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. എസ് കെ. താങ്ക് യു.